പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവ വചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇന്ന് വിശുദ്ധ മദർ തെരേസയുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്, സെപ്റ്റംബർ 5. യാതൊരുവിധ കോലാഹലങ്ങളുമില്ല. ആരും ഭയങ്കരമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല. വളരെ ലളിതമായി ജീവിച്ച് ലളിതമായി കടന്നുപോയ മദർ തെരേസ. പക്ഷെ മദർ തെരേസ മരിക്കുമ്പോൾ ഈ ലോകത്തിലെ നേതാക്കളെല്ലാവരും വന്നിരുന്നു. മദർ തെരേസയുടെ ഒരു ഫേമസ് കോട്ട് അതിപ്രകാരമാണ്: അത് നമുക്ക് എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. സാധാരണ മനുഷ്യരായ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചെന്ന് വരികയില്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുവാൻ നമുക്ക് സാധിച്ചെന്നിരിക്കുമെന്നല്ല, തീർച്ചയായും മനസ്സുണ്ടെങ്കിൽ സാധിക്കും. അതുപോലെ തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നമ്മിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന ചങ്ങലയോ ആയിത്തീരും എന്നും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ലോകം മൊത്തത്തിൽ ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ്. ഒരു കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ തന്നെ അവനൊരു 4-5 വയസ്സാകുമ്പോൾ അവൻ്റെയൊക്കെ സ്നേഹം, അതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകളില്ലാത്ത സ്നേഹം പെട്ടെന്ന് വ്യവസ്ഥകളോടുകൂടെ ഉള്ള ഒരു സ്നേഹമായി മാറുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ഈ ലോകത്തിൻ്റെതല്ല. ഈ ലോകത്തിലെ ഒരു വിധമുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഒരു തരം കണ്ടീഷണലാണ്. അതേസമയം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവാണ് നമുക്കിവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. നമ്മുടെ കഴിവുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ കരുണയാലാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത് എന്ന വസ്തുത കണക്കിലെടുത്ത്
നമ്മൾ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം. അപ്പോ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോ, ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പാണെങ്കിൽ, നമ്മൾക്ക് എപ്രകാരമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുക? വളരെ ഈസിയാണ്. ഈ ഈ പലപ്പോഴും ആളുകൾ ദേ അവർക്കൊരു പ്ലസന്റ് സർപ്രൈസാണ്. അതായത് വെറുതെ ഒരു ഫോൺ എടുത്തിട്ട് വെറുതെ വിളിച്ചിട്ട് ഹലോ പറയാ. എന്താ കാര്യംന്ന് ചോദിക്കും. നമ്മള് പറയും ഒരു കാര്യവുമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്. ഫ്രീ ആണെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഫോണിലൂടെയെങ്കിലും കുറച്ച് കത്തി വെക്കാം. ദേ ആർ ഹാപ്പി. അപ്പൊ ഇത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള കാര്യമല്ല. മനസ്സീന്ന് വരുന്ന ഒരു ഇടയ്ക്ക് തോന്നുമല്ലേ ഇന്ന ആളായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറെ നാളായില്ലേ ഒന്ന് സംസാരിക്കാം. കയ്യിലൊക്കെ വലിയ ഫോണൊക്കെ ഇരിക്കല്ലേ. ഇപ്പൊ ഈ മിനിമം നമുക്ക് ചെയ്യാവുന്നത് ഈ വാട്സപ്പ് മെസ്സേജസും എസ്എംഎസും ഒക്കെ അയക്കണതിന് പകരം ഫോണെടുത്ത് വ്യക്തികളുമായി സംസാരിക്കാം. അത് വാട്സപ്പിലാണെങ്കിൽ വീഡിയോ ഓണാക്കി സംസാരിക്കാം. അല്ലെങ്കിൽ സൗണ്ട് വോയിസ് കോൾ ചെയ്യ്, സംസാരിക്ക്. അപ്പൊ പലർക്കും അത് ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അപ്പൊ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഈ ലോകം കുറച്ചുകൂടെ ഒരു നല്ല ഇടമായി മാറും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മറ്റുള്ളവര് മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാം. കുറച്ചും കൂടി കരുണയും കരുതലുമുള്ളവരായി തീരാം. കർത്താവ് പറഞ്ഞ പോലെ, "ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക" എന്ന വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും മദർ തെരേസയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാം. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.